സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് മത്സരങ്ങൾക്ക് തുടക്കമാകുന്ന ദിവസമാണ്. ആദ്യ ദിനം പ്രത്യേക പരിഗണന നൽകേണ്ട കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് ഇനങ്ങളോടെയാണ് മീറ്റിന് തുടക്കമാവുക. അക്വാറ്റിക്സ്, ഗെയിംസ് മത്സരങ്ങളും ഇന്ന് തുടങ്ങും. മനീഷ് ഐഷ മാത്യു ഉണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയം. മനീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ട്രാക്ക് ഉണരുന്ന ദിവസമാണ്. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? മഴയുണ്ടോ അവിടെ? സിദ്ധലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇതുവരെ നോക്കുവാണെങ്കിൽ അങ്ങനെ കാര്യമായ മഴയൊന്നും ഇല്ല. പുലർച്ചെ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ്. അതിനൊരു വലിയ പ്രതീക്ഷയാണ്. നടക്കുന്ന മത്സരങ്ങളൊക്കെ നന്നായി സുഗമമായി നടക്കാൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇന്ന് തുടങ്ങുന്ന ഇൻക്ലൂസീവ് മത്സരങ്ങളായിരിക്കും. ആദ്യം ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുക, ഇൻക്ലൂസീവ് ഫുട്ബോൾ മത്സരം നടക്കുക. അതോടൊപ്പം തന്നെ മറ്റ് വേദികളിലായി പല മത്സരങ്ങളും നടക്കും. ചന്ദ്രനഗർ സ്റ്റേഡിയത്തിലാണ് അത്ലറ്റിക്സിൻ്റെ മത്സരങ്ങൾ നടക്കുക. അതിനോടൊപ്പം തന്നെ ഇന്ന് അക്വാറ്റിക്സ് മത്സരങ്ങൾക്കും അതുപോലെ തന്നെ ഗെയിംസിനുമൊക്കെ തുടക്കമാകുന്നുണ്ട്. നീന്തൽക്കുളത്തിൽ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം അപ്രമാദിത്യമായിരുന്നു അവരുടെ എന്ന് പറയാം. അതിപ്പം പുരുഷ വനിത വിഭാഗങ്ങളൊക്കെ തന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ വിഭാഗത്തിൽ തന്നെ വളരെ ദൂരം മുമ്പിലോട്ടാണ് അവർ പോയിരുന്നത്. ആ ലീഡ് തന്നെയാണ് അവർക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നതിന് വലിയ ഉപകാരമായി മാറിയതും. അതുപോലെ തന്നെ ഗെയിംസിലും അത്തരത്തിൽ തിരുവനന്തപുരത്തിന് ഒരു വലിയ കുതിപ്പ് ഉണ്ടായിരുന്നു. ഇത് ഇക്കുറിയും അങ്ങനെ അനന്തപുരിയുടെ സ്വന്തം മണ്ണിൽ അവർക്ക് ആ കുതിപ്പ് തുടരാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ വർണ്ണാഭമായ തുടക്കമാണ് മീറ്റിന് തുടങ്ങിയത്. ഇന്നലെ നടന്ന മാർച്ച് പാസ്റ്റിൽ കോഴിക്കോട് 1ാം സ്ഥാനം, അതുപോലെ തന്നെ വയനാട് 2ാം സ്ഥാനവും സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ മത്സരങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇന്ന് ട്രാക്ക് ഉണരും. ഇന്ന് ആദ്യം ഇൻക്ലൂസീവായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുക. ഇക്കുറി ക്രിക്കറ്റും അതുപോലെ തന്നെ ബോച്ചയും എന്ന് പറഞ്ഞ 2 ഇനങ്ങൾ കൂടി കുട്ടികൾക്കായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻക്ലൂസീവ് ഇവൻറ്റിൽ. അതിൻ്റെ മത്സരങ്ങളുമൊക്കെ തന്നെ ഇന്ന് നടക്കും. എന്തായാലും ഇപ്പോൾ മത്സരത്തിൻ്റെ രജിസ്ട്രേഷനൊക്കെ തുടരുന്നതേ ഉള്ളൂ. 7 മണിയോടുകൂടി തന്നെ ട്രാക്കൊക്കെ സജീവമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സിദ്ധേഷ്, ഓക്കെ, ശരി. അപ്പോൾ മനീഷ് ഐഷ മാത്യു ആണ് വാർത്തയുടെ വിവരങ്ങളൊക്കെ നൽകിയത്, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ട്രാക്ക് ഉണരുന്നതോടുകൂടി മത്സരങ്ങളൊക്കെ തുടരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതലായി അവിടുത്തെ വിശേഷങ്ങളും മത്സരങ്ങൾ കാണുകയൊക്കെ ചെയ്യാം.